സ്ത്രീകളുടെ പണി തന്നെ പെറ്റുകൂട്ടലാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്രമാത്രം കുട്ടികളെ പെറ്റുകൂട്ടുന്നു അത്രയും നല്ലതാണെന്നാണ്, കൂലി കിട്ടുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗ് ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും കോൺഗ്രസുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇവരെല്ലാം മതേതര സംഘടനകളാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എനിക്കൊരു ചൂടുള്ള ഐസ്ക്രീം തരാൻ പറ്റുമോ? ഇല്ല. അത് തന്നെയാണ് ഈ സാധനം. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കോമഡി. അവരുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. മുസ്ലിം ലീഗ് എങ്ങനെയാണ് മതേതര പാർട്ടിയാവുക? ജിഹാദികളെ പിടിച്ച് ജയിലിലിട്ട് അവർക്ക് സെപ്പറേറ്റ് ജയിൽ പണിയണം. മറ്റ് ജയിൽ പുള്ളികളുമായിട്ട് ഇടപഴകാനുള്ള അവസരം പോലും ഉണ്ടാക്കരുത്. എല്ലാവരും അമേരിക്കയുടെ ഇസ്രായേലിനും കൂടെ ചേർന്നപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളായിട്ട് ആരെ വിശേഷിപ്പിക്കുന്നത്? ഇറാനല്ലേ? അപ്പോൾ ഇത്രയും നാളും നമ്മൾ ഇസ്ലാമിന്റെ കുഴപ്പം പറയുമ്പോൾ ഇവർ നമ്മളോട് എന്താ ചോദിച്ചിരുന്നത്? സൗദിയിലേക്ക് നോക്കൂ, UAE നോക്കൂ, അതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളല്ലേ, എന്താ അവിടെ കുഴപ്പമെന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ഈ മതം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്നേഹമുള്ളൂ, എന്നാലേ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ ഉള്ളൊരു നിലപാട് വന്നു കഴിഞ്ഞാൽ എന്നാൽ നീ മതം വിട്, നമുക്ക് ഒരുമിച്ച് വേറെ പോയി താമസിക്കാം എന്ന് പറയുകയും അതിനോട് ഓക്കെയാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ച് മുന്നോട്ട് പോവുക. പൊതുജനങ്ങൾ ബോധവാന്മാരാവുക. നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് ഇത് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് എനിക്കതിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിനെ സർക്കാർ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഈ സംഭവം ഇനി നടക്കാതിരിക്കാനുള്ള പ്രിക്വേഷൻസ് എടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇല്ല, ഇങ്ങനെ നടക്കുന്നില്ല, കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് നമ്മൾ പറയുമല്ലോ. ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ്. അല്ലാതെ ഓക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇനി സംഭവിക്കാതിരിക്കാൻ എങ്ങനെ പ്രതിരോധിക്കണം, അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അത് ഇവരിതിനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എല്ലാ പ്രണയത്തിനകത്തും ഒരു ജിഹാദി എലമെൻ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയാക്കി മാറ്റുക എന്ന് പറയുന്നത് നടക്കില്ല. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുക. ഒന്ന്, പൊതുജനങ്ങൾ ബോധവാന്മാരാവുക. ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് ഇത് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബോധവൽക്കരണം, നമ്മൾ എല്ലാ വിഷയത്തിലും പറയുന്ന പോലെ ഇതിലൊരു ബോധവൽക്കരണം ആവശ്യമാണ്. ആ ബോധവൽക്കരണം എന്ന് പറയുന്ന വിഷയത്തിലാണ് കേരള സ്റ്റോറി മൂവി പോലെയുള്ള സംഗതികളൊക്കെ അവിടെ റോള് വഹിക്കുന്നത്. അത് അതിൻ്റെ വഴിക്ക് പോകും. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഈ ജിഹാദ് എന്ന് പറയുന്ന വിഷയം, അതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനും അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനുമുള്ള വഴികൾ, പോളിസീസ്, അത് ഗവൺമെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പാർട്ട്ണറാക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കേണ്ടത്. അതിനെന്താ വേണ്ടത്? ഏറ്റവും മിനിമം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു വിഷയമായിട്ട് നമ്മൾ ആദ്യം അംഗീകരിക്കണം. ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെന്നുള്ളത് ഗവൺമെൻറ്റ്സ് ആ രീതിയിലേക്ക് മുന്നോട്ട് വരണം. അതിൽ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. കാരണം ആ ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ടാണ് മതം പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഈ പണി എടുക്കുന്നത്. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇല്ല എന്ന് തന്നെയാണ് വെക്കേണ്ടത്. അതൊരു സോഷ്യൽ ഇതിനകത്ത് പുകവലിയൊക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വെക്കേണ്ട സാധനമാണ് മത പ്രചരണം എന്ന് പറയുന്നത്. അത് ആളുകളെ പിന്നോട്ട് വലിക്കുന്ന സാധനമാണ്. അതൊരു ക്യാൻസർ തന്നെയാണെന്നാണ് നമ്മൾ പറയുക. നിങ്ങൾ ഈ പറയുന്ന സ്കൂളിൽ പോയി പഠിക്കേണ്ട സമയം, നിങ്ങൾ മറ്റുള്ള വിദ്യ എന്തെങ്കിലും ബോധം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പഠിക്കേണ്ട സമയം മുഴുവൻ ഇതേപോലെ മദ്രസയിൽ പോയിരുന്ന് ചെലവഴിക്കുന്ന ഒരു ഗതികേട്, അതെന്തിനാണ് ഗവൺമെൻറ് ഉണ്ടാക്കി വെക്കുന്നത്? അപ്പോൾ മതപരിവർത്തനം വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒഫീഷ്യൽ ടൈമിൻ്റെ ഭാഗമൊന്നും തന്നെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. സ്കൂൾ ടൈമിൽ ഈ മത പഠനം നടക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ഓഫ് ടൈമിൽ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേസിൽ പണി വേറെ ഒന്നും ഇല്ലാത്തതോ ഒഴിവ് സമയങ്ങളിൽ അതിന് സെപ്പറേറ്റ് സമയം കണ്ട്, ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ ജോലിയിൽ നിന്ന് രാജിവെച്ചിട്ടോ അല്ലെങ്കിൽ ലീവ് എടുത്തിട്ടൊക്കെ ചെയ്യേണ്ട സാധനമാണ്. അല്ലാതെ അതിനോടൊപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നിലവിലുണ്ട്. അത് പാടില്ല, അത് അവസാനിപ്പിക്കണം. അത് നമ്മൾ ചെയ്യണം. അതെല്ലാം മതവും, ക്രിസ്ത്യാനിറ്റി ആയാലും ശരി, ഹിന്ദു മതമായാലും ശരി, ഇസ്ലാം ആയാലും ശരി, മൂന്നിനെയും നമ്മൾ ഒരേപോലെ കാണുക എന്നുള്ളതാണ്. മതപരിവർത്തനം, മതം പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സാധനം നിരോധിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ തന്നെ കുറേയൊക്കെ ഈ ജിഹാദി എലമെൻസിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വഴി ഇവിടെ കുറയും. കാരണം ഈ മതത്തിൻ്റെ പേരിലുള്ള സംഗതികൾ പ്രചരിപ്പിക്കുക, മതബോധം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ടാണ് ഈ ആളെ കൂട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ വിസ്ഡം ജിഹാദി ഇസ്ലാമിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം, അവർ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം എന്താണ്? ഇപ്പോൾ സൂംബ വിഷയം വരുമ്പോൾ അതിനകത്ത് അവർ ഇടപെടുന്നു. ലഹരി വിരുദ്ധത, അതിനെതിരെ അവർ വരുന്നു. അപ്പോൾ ഈ ലഹരി വിരുദ്ധത എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഇടപെട്ട് സംസാരിക്കാനുള്ള എന്ത് റോളാണ് ഇവർക്ക് എടുക്കാനുള്ളത് ഈ പറയുന്ന ഗ്രൂപ്പിന്? അവരെന്നിട്ട് അതിൻ്റെ ഒരു വിഷയം ഓർക്കുന്നുണ്ടാവും. അവർ വന്ന് 10 മണിക്ക് ശേഷവും ഇത് പറയുന്ന ഒരു ഘട്ടം വന്നപ്പോൾ പോലീസുകാർ വന്ന് ഇടപെടുകയാണ്. ഇത് സൗണ്ട് നമ്മളുടെ ലിമിറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഈ സൗണ്ട് പൊല്യൂഷൻ്റെ വയലേഷനാണ്, അപ്പോൾ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ പറയുകയാണ് ലഹരി വിരുദ്ധ വിഷയം പറയാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല, പോലീസ് വന്ന് ഇടപെടുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ ഒരു സാധനം പറയാൻ വേണ്ടി അവർ മറ്റൊരു നിയമം ലംഘിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ശരിയല്ല. ഇനി വേറൊരു കാര്യം, ഇവർ ഈ ലഹരി വിരുദ്ധതയ്ക്ക് എതിരെ പറഞ്ഞുകൊണ്ട് ഇവർ എന്താണ് അതിന് സൊല്യൂഷനായിട്ട് വെക്കുന്നത്? എല്ലാവരും ഇസ്ലാമിലേക്ക് വരും എന്നല്ലേ പറയുന്നത്? അതെങ്ങനെ ശരിയാവുക? ഇസ്ലാം അതിൻ്റെ സൊല്യൂഷൻ, ഇസ്ലാമിൽ വന്ന ലഹരിയൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ എവിടെയാണ് ലഹരി വിരുദ്ധത? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് കള്ളാണെന്നല്ലേ പറയണത്? കള്ള് ലഹരി അപ്പൊ ഇവിടെ പറയുന്നത് ഇവിടെ കുടിക്കാറുന്ന അവിടെ പോയി കുടിക്കുക എന്ന് പറയുന്ന ഒരു തരം ഒരു കപട ലഹരി വിരുദ്ധതയാണ് ഇസ്ലാമിലുള്ളത്. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിലെ യഥാർത്ഥ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട, ശാസ്ത്രീയമായിട്ട് ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇവർ അതിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി അവരുടെ മതം വളർത്താനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതിനവർ ഉപയോഗിക്കുന്നത് എന്താണ്? മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ്. ഇതിനെ ഇടപെട്ട അതാണ് ചോദ്യം വരിക. അതാണ് ഞാൻ പറയുന്നത്, ഈ മതപ്രചരണം, ഇതുപോലുള്ള സാധനങ്ങൾക്കുള്ള അവകാശം അത് എടുത്തു കളയുക തന്നെയാണ് വേണ്ടത്. അങ്ങനെ വന്ന് ഇതുപോലെ ഇനിയിപ്പോൾ ഈവൻ ഈ ജിഹാദികളെ പിടിച്ച് ജയിലിലിട്ട് അവർക്ക് സെപ്പറേറ്റ് ജയിൽ പണിയണം. മറ്റ് ജയിൽ പുള്ളികളുമായിട്ട് ഇടപഴകാനുള്ള അവസരം പോലും ഉണ്ടാക്കരുത്. കാരണം ആ ജയിൽ പുള്ളികളെയാണ് പിന്നീട് ഇവർ ഈ ജിഹാദി രോഗം അങ്ങോട്ട് കൈമാറുക. അവരും കൂടി ജിഹാദികളായിട്ടാണ് ഇറങ്ങുക. ജയിൽ ടു ജിഹാദ് എന്ന് പറഞ്ഞൊരു ടേം തന്നെ ഉണ്ട്. ജയിലിൽ പിടിച്ചിടുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജിഹാദികളാവും. പെട്ടെന്ന് പകരും അത് വളരെ സസെപ്റ്റിബിളാണ് ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കാരണം ഗിൽ ട്രിപ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ജയിലിൽ കിടക്കുന്നവർ. അവരെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ജിഹാദിയാക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ ചെയ്ത എല്ലാ തെണ്ടിത്തരത്തെയും പെട്ടെന്ന് തന്നെ റദ്ദാക്കാൻ ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവർ പറയുന്നൊരു ക്ലെയിം ഉണ്ട്, അമേരിക്കയിൽ കണ്ടു നോക്കൂ, ജയിലിൽ ഏറ്റവും കൂടുതൽ പടരുന്ന മതം ഇസ്ലാമാണെന്ന് അവർ തന്നെ പറയാം. അപ്പം നമ്മൾ തന്നെ പറയണത് ജയിൽ പുള്ളികൾക്ക് ഏറ്റവും പ്രിയം ഇസ്ലാമായിരിക്കും. കാരണം അവർ ചെയ്ത എല്ലാ തെണ്ടിത്തരങ്ങളും ഇസ്ലാമിലേക്ക് ജോയിൻ ചെയ്ത ഓൺ ദ സ്പോട്ട് റദ്ദാവുന്ന പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും അള്ളാഹു പുറത്തു തരും. ഷിർക്ക് ചെയ്യാതിരുന്നാൽ മതി എന്നാണ്. എന്ത് തെണ്ടിത്തരം ചെയ്താലും നിങ്ങൾക്ക് ഇസ്ലാമിൽ എന്താണ് അള്ളാഹുവിൽ പങ്ക് ചേർക്കാതിരുന്നാൽ മതി. ബാക്കി എന്ത് തെറ്റും അള്ളാഹു പുറത്തു തരുന്ന പറയുക. അള്ളാഹുവിൽ പങ്ക് ചേർക്കുക, വേറെ ദൈവത്തെ പിടിച്ച് പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ എത്ര തന്നെ നന്മ ചെയ്താലും സ്വർഗത്തിൽ പോകില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ഞാനല്ല പറയുന്നത്, മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ ഒരു ഓൾറെഡി ഗിൽ ട്രിപ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ അവരെയൊക്കെ പിടിച്ച് പെട്ടെന്ന് ജിഹാദികളാക്കാനൊക്കെ പറ്റും. അപ്പോൾ ജിഹാദി എലമെൻറ്റ്സ് അതുമായി കണക്ട് ചെയ്തുള്ള സാധനങ്ങൾ അത് കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ ഗവൺമെൻറ്റ്സ് ചെയ്യുക ഒരു വശത്ത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് സമൂഹത്തിൽ നിന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള പണി അത് വേറെയും ചെയ്യുക. ഈ സംഭാഷണങ്ങളൊക്കെ അതിന് ഉപകാരപ്പെടും. രണ്ടും കൂടി ഹാൻഡ് ഇൻ ഹാൻഡ് വരുമ്പോൾ ആളുകൾ കുറേയും കൂടി കെയർഫുൾ ആവും. പിന്നെ നമ്മളും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ മതം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്നേഹമുള്ളൂ, എന്നാലേ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ ഉള്ളൊരു നിലപാട് വന്നു കഴിഞ്ഞാൽ എന്നാൽ നീ മതം വിട്, നമുക്ക് ഒരുമിച്ച് വേറെ പോയി താമസിക്കാം എന്ന് പറയുകയും അതിനോട് ഓക്കെ ആണെങ്കിൽ മാത്രം കല്യാണം കഴിച്ച് മുന്നോട്ട് പോവുക. അതല്ല ഇങ്ങോട്ട് വരണം എന്നാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഈ ഒരു പുതിയ കാലഘട്ടത്തിലൊക്കെ മതം മാറിയാൽ വീട്ടുകാർ സമ്മതിക്കും, അതുകൊണ്ട് നീ മതം മാറണമെന്ന് പറയുന്നത് ഒരു ലെയിം എക്സ്ക്യൂസ് ആണ്. അതിൻ്റെ അർത്ഥം ആ പ്രണയിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ പ്രണയിക്കാതിരിക്കുക, അത് ആണായാലും പെണ്ണായാലും പ്രണയിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയാം. ഒരു സ്വന്തമായിട്ട് കോൺഫിഡൻസും അത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകൾ ഈ പണിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ അതിന് നിൽക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇതേപോലെ പ്രശ്നത്തിലാകപ്പെടും. ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു പെറ്റുപെരുക്കിയിട്ടാണ് ഇസ്ലാം മതം വലുതാകുന്നത്. ഇപ്പം നമ്മൾ പോപ്പുലേഷൻ്റെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു സ്ത്രീ 5 കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കുന്ന സാഹചര്യം നമ്മൾ ഇസ്ലാം മതം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീക്ക് ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഇസ്ലാം മതത്തിൽ പ്രാധാന്യമില്ലേ? സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസവം ഒരു ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഓക്കെ, സ്ത്രീകളുടെ പണി തന്നെ പെറ്റുകൂട്ടലാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്രമാത്രം കുട്ടികളെ പെറ്റുകൂട്ടുന്നു അത്രയും നല്ലതാണെന്നാണ്, കൂലി കിട്ടുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ പഠിച്ചോ നോക്കുമെന്നാണല്ലോ പറയാം. ഇപ്പോൾ പ്രകൃതി വ്യതിയാനം, നമ്മളുടെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലവർ പറയുന്നത് എന്താ, അതൊക്കെ പഠിച്ചോന്ന് നോക്കിക്കോളൂ, പഠിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, നമ്മളെന്തിനാ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണമെന്നാണ് യഥാർത്ഥ വിശ്വാസി ചോദിക്കുക. എന്ന് പറഞ്ഞ മാതിരി പെറ്റുകൂട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം അതൊക്കെ പഠിച്ചോന്ന് നോക്കിക്കോളും. നമ്മളിപ്പോൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പ്രസവം കൊണ്ട് മരിച്ചുപോയ എത്രയോ ആളുകൾ. അത് ഇല്ലാന്നാര് പറഞ്ഞു? പക്ഷേ അതാ പറഞ്ഞ അത് പഠിച്ചോനെടുത്താണെന്നേ. പഠിച്ചോനാണല്ലോ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് നിങ്ങൾ പ്രസവിച്ചാൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കില്ല. ഇനി അത് യഥാർത്ഥത്തിൽ ആ വിഷയത്തെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആളുകളുടെ ഇൻകം വർദ്ധിപ്പിക്കുന്ന പണിയെടുക്കുക, അതോടൊപ്പം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന സമൂഹങ്ങളിൽ
ഈ പറയുന്ന പ്രസവം അതിൻ്റെ എണ്ണം കുറയും. അതിപ്പോൾ ഈവൻ ഇസ്ലാമിക് സൊസൈറ്റീസ് എടുത്താൽ പോലും കുറയും. അതിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ നമ്മളുടെ കേരളത്തിലാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഈ ഫെർട്ടിലിറ്റി റേറ്റ് നിലനിൽക്കുന്നത്, ബർത്ത് റേറ്റ് ഒക്കെ. എന്തുകൊണ്ടാണ്? കേരള നമ്പർ 1 ലിറ്ററസി. അപ്പോൾ ലിറ്ററസി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും. അത് ആഗോള തലത്തിൽ നിൽക്കുന്ന ഒരു ഫിനോമിനനാണ്. അപ്പോൾ അത് കേരളം അതിനകത്ത് ഡിഫറെൻ്റ് ഒന്നുമല്ല, മുസ്ലിം സമൂഹവും ഡിഫറെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാവരും പിടിച്ച് ഷണ്ഡീകരിച്ച് വിടുക എന്നുള്ളതിൻ്റെ പരിഹാരമല്ല. അതിന് പകരം മുസ്ലിം സ്ത്രീകളെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ജോലിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളും അതിനുള്ള വഴികളാണ് തുറന്നിടേണ്ടത്. അതും ഇങ്ങനെ പിടിച്ചു കൊണ്ടുവാക്കുകയൊന്നും വേണ്ട. അത് ഈ പിയർ പ്രഷറിലൂടെയാണ് ഇതൊക്കെ കുറേയൊക്കെ ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മൾ ഇടപെടുന്ന ആ നെറ്റ്വർക്ക്, അതിനകത്ത് ആളുകൾ കൂടുതൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാവുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അതിലേക്ക് പോകാനുള്ള ഒരു ത്വര ഉണ്ടാവും. അതാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ഗവൺമെൻറ്റ്സ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവർക്ക് എതിരെ നിൽക്കുന്ന സംഭവങ്ങൾ വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുക. സ്ത്രീ വിവേചനപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം. മുസ്ലിം സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മുസ്ലിം സമൂഹം മുന്നോട്ട് വരണം. അത് എല്ലാ സമൂഹത്തിലും അങ്ങനെയാണ്, മുസ്ലിം സമുദായത്തിലും അത് അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. ഈ മുസ്ലിം സ്ത്രീകൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ ശരിക്കും ആലോചിക്കാറുണ്ട്, എന്തായിരിക്കും അവിടെ പറഞ്ഞു കൊടുക്കുന്നത്, എന്തായിരിക്കും ഇവര്? അതന്നെ ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഈ മതം, അതിൻ്റെ പ്രശ്നം ഈ മുസ്ലിം സമൂഹം അനുഭവിക്കുന്നത് കുറയണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ഇതൊക്കെ ഈ പറഞ്ഞ പ്രശ്നമൊക്കെ അവിടെ സംഭവിക്കണമെങ്കിലോ അപ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ് ഈ മതത്തിൻ്റെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അതാരാ കൊടുക്കുന്നത്? അത് അവർ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം തകരണം. ഒരു മതം, ഏത് മതം ആയിക്കോട്ടെ, ഒരു മതം സമൂഹത്തിൽ പൊളിയണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്ത്രീകൾ വിചാരിച്ചാൽ മതി. കാരണം ഈ മതം ഏത് തന്നെ ആയാലും അത് കെട്ടിപ്പൊക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബൈ ദ മാൻ ഫോർ ദ മാൻ, എന്താണ്, എല്ലാം ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് മതം എന്ന് പറയുന്നത്. ഇസ്ലാമും അതിനകത്ത് വ്യത്യാസമൊന്നുമല്ല. പക്ഷേ ഇത് ഭയങ്കരമായ ടോക്സിക് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ സാധനമായതുകൊണ്ട് സ്ത്രീകൾ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ. പക്ഷേ ഇത് സ്ത്രീകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾ അങ്ങനെയാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മതം അങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്. സ്ത്രീകൾ വീഴ്ചയായിട്ടാണ് കാണിക്കുക, പുരുഷനെ സേവിക്കുന്നത്, പുരുഷന് വേണ്ടി വഴങ്ങുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് മുന്നിൽ സുജൂദ് ചെയ്യുക, അത് കുമ്പിടുക എന്ന് പറയുന്നത് അള്ളാഹു നിഷേധിച്ച സാധനമാണ്, അത് നിരോധിച്ച സംഗതിയാണ്. പക്ഷേ ഇനി അങ്ങനെ അനുവദിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ പറയുന്നതിനാണ് പറയാം. അപ്പോൾ അതെന്താ അതിൻ്റെ അർത്ഥം എന്താണ്? അത്രയും ഭർത്താവിന് അവിടെ നമ്മൾ പരിഗണിച്ചോളണം, ഭർത്താവ് എന്ത് പറഞ്ഞാലും വഴങ്ങി കൊടുത്തോളണം എന്നുള്ള ആ നിയമം ഇങ്ങനെ പറഞ്ഞാൽ ആരും കേൾക്കില്ല. നിൻ്റെ ഭർത്താവാണ്, മര്യാദക്ക് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ആ പോടാ എന്ന് പറയും. അതേസമയം ഇങ്ങനെ വളഞ്ഞ വഴി കൂടെ പറയുമ്പോഴോ ഇതിനൊരു എഫക്റ്റായി അല്ലേ? ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നു എന്ന് പറയുമ്പോൾ വരാമോ 5 മണിക്ക് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞെന്നായിരിക്കും ചിന്തിക്കുക. അതിന് സമയം പറയാണ്, എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും തന്നാൽ പോലും ഞാൻ ഇവിടെ വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വരാത്തതെന്നല്ലേ പറയാം. മറ്റേതാണെന്നുണ്ടെങ്കിൽ എന്തോ അവനെന്തോ കുഴപ്പമാണെന്ന് പറയും. ഇത് നമുക്കെന്തോ അഗാധമായ എന്തോ പ്രശ്നമുണ്ട്, നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാം, പാവം എന്നല്ല. മറ്റേതൊരു ദുഷ്ടൻ എന്നാ തോന്നുന്നത്, ഇത് പാവം എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ മാതിരി മര്യാദയ്ക്ക് ഭർത്താവിനെ അനുസരിച്ചോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിഷേധമാണ് വരിക. അതേസമയം ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ അത് പിന്നെ അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ അത് സൂക്ഷിച്ചേക്കാം. അപ്പോൾ അവരതിനോട് വഴങ്ങുകയാണ് ചെയ്യുക. ഇതാണ് ഇതിലെ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്ത്രീകളെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു, ഏത് മതവും സ്ത്രീകൾ വിചാരിച്ച പൊളിയും. ഇസ്ലാം ഏറ്റവും വേഗം പൊളിയും. കാരണം ഏറ്റവും സ്ത്രീവിരുദ്ധമായ മതമാണ് ഇസ്ലാം എന്ന് വേണമെങ്കിൽ നമ്മൾ ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് സ്ത്രീകളുടെ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നത്. ഇപ്പോൾ ഇറാൻ്റെ വിഷയമൊക്കെ വരുമ്പോഴും അതിനകത്ത് സ്ത്രീകളുടെ കാര്യങ്ങൾ പൊങ്ങി വരുന്നതിന് കാരണം അതാണ്. ഇപ്പം നമ്മൾ പൊതുവേ ഈ ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടി പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും കോൺഗ്രസുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇവരെല്ലാം മതേതര സംഘടനകളാണ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു മുസ്ലിം സംഘടനയ്ക്ക് മതേതര സംഘടനയാകാൻ സാധിക്കും? നിങ്ങൾക്ക് എനിക്കൊരു ചൂടുള്ള ഐസ്ക്രീം തരാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അത് തന്നെയാണ് ഈ സാധനം.
ഈ ഇസ്ലാം എന്ന് പറയുന്ന സംഗതി അത് ഒരു രാഷ്ട്രീയ സംഘടനയാണ്, ഒരു രാഷ്ട്രീയമാണത്. അത് ആൻറ്റൈ സെക്കുലറാണ്. ഓക്കെ, അത് ആൻറ്റൈ സെക്കുലറാണ്. അതായത് ഇസ്ലാമുള്ളൊരു പ്രദേശത്ത് ആ ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിക ഐഡിയ പ്രകാരം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്താണ്? ഇസ്ലാമിൻ്റെ ആധിപത്യമാണ്. അത് മതേതരത്താണോ? അല്ല. എന്ന് വെച്ചാൽ അത് ഐസ്ക്രീമാണ്. ആ ഐസ്ക്രീം നിങ്ങൾക്ക് ചൂടുള്ളത് തരാൻ കഴിയില്ല. അപ്പോൾ മതേതരമായ ഇസ്ലാമിക ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. അതെങ്ങനെ നമ്മൾ തരിക? പിന്നെ ഇവിടെ കാണാം അവരങ്ങനെ അവകാശപ്പെടുന്നൊക്കെ, അത് അവകാശമല്ലേ, അത് അവരുടെ താൽക്കാലികമായ ചില നീക്കുപോക്കിന് വേണ്ടിയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ആത്യന്തികമായിട്ട് ആ സാധനം മുന്നോട്ട് വെക്കുന്നത് മതേതര വിരുദ്ധമായ സംഗതികളാണ്, ഡെമോക്രസിക്ക് വിരുദ്ധമായ സാധനം. മതേതരത്വം ഇല്ല, ജനാധിപത്യവും ഇല്ല. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. ഹുക്കുമത്തെ ഇലാഹി അല്ലെങ്കിൽ ഇക്കാമത്തു ദീൻ എന്നൊക്കെ പറയുന്ന സാധനമാണ് അവർ പറയുക. എന്ന് വെച്ചാൽ അത് ദീനിൻ്റെ സംസ്ഥാപനമാണ്. ആ ദീനിൻ്റെ സംസ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വിവിധ മേഖലകളിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മതേതരം എന്ന് പറയും? ഇതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ സാധ്യമാണോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കോമഡി. മുസ്ലിം ലീഗ് എങ്ങനെയാണ് മതേതര പാർട്ടിയാവുക? മുസ്ലിം ലീഗ് സത്യത്തിൽ ഒരു പുരുഷ പാർട്ടിയാണ്, പുരുഷ ഇസ്ലാമിക പാർട്ടിയാണ്. കാരണം ഞാൻ അതും കൂടി പറയാണ്, ഇപ്പോൾ ഈ സ്ത്രീകളുടെ സ്വത്തവകാശം സംബന്ധിച്ചിട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു വാർത്ത കണ്ടു. BP സോറെ പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങളായിരിക്കെ തന്നെ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്, ഇതിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ്ലാമിലെ തന്നെ നിയമം ഇവർക്ക് ഉണ്ടാക്കുന്ന പൊല്ലാപ്പാണ് ഈ നീതി നിഷേധം, സ്വത്തവകാശത്തിലുള്ള തുല്യത ഇല്ലായ്മ, വിവേചനം. അപ്പോൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളുടെ പ്രതിനിധിയായിക്കൊണ്ട് നിസ എന്ന് പറയുന്ന സംഘടന പേരൊക്കെ ഇട്ടിട്ടുള്ള ഈ BP സുഹറ. ഈ BP സുഹറ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആവശ്യം ഇവരുടെ ഈ ഒരു കേസിൽ പോയിരിക്കുന്നു. ഇതിനോട് എപ്പോഴെങ്കിലും ഈ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾ എപ്പോഴെങ്കിലും ശബ്ദം ഒന്ന് പങ്കുവെച്ചത് എവിടെയെങ്കിലും കണ്ടു? തബ്ഷീറയോ അതല്ലെങ്കിൽ തഹ്ലിയെ പോലെയുള്ള ആളുകൾ എപ്പോഴെങ്കിലും അവർ ഒന്ന് BP സുഹറയ്ക്ക് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞാൽ അന്ന് അവരും ലീഗിൽ നിന്ന് പുറത്താവും. അതാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഈ തബ്ഷീറയും അല്ലെങ്കിൽ ഈ പറയുന്ന തഹ്ലിയെ പോലെയൊക്കെ ഉള്ള ആളുകളെ പോലും അതിനകത്ത് നിലനിർത്തിയിരിക്കുന്നത് ഈ പുരുഷന്മാരുടെ നിയമത്തിന്റെ സംരക്ഷണത്തിനും കൂടി വേണ്ടിയിട്ടാണ്. പക്ഷെ അവരൊക്കെ ഞാൻ എപ്പോഴും ഫാത്തിമ തെഹ്ലിനെയൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അത്രത്തോളം യങ് ആയിട്ടുള്ള ആളുകളാണ്, ഇന്നത്തെ തലമുറയാണ്. പക്ഷെ എങ്ങനെയാണ് ഇവരുടെ ഉള്ളിലേക്ക് ഇത്തരം വർഗീയതയെ ഇൻജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനെ അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വർഗീയതയാണെന്ന് തോന്നുന്നില്ലല്ലോ, ഇതൊരു വർഗീയതയാണെന്ന് തോന്നില്ല. ഇത് അവരുടെ ഡ്യൂട്ടി ആയിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇത് അവരുടെ വിർച്യു ആയിട്ടാണ് അവരത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതിനെ പിന്നെ എങ്ങനെ നിങ്ങൾ തള്ളുക? അടിമയായിരിക്കുക എന്നുള്ളത് നിങ്ങൾ വിർച്യു ആയാൽ നിങ്ങൾ അടിമയാകാതിരിക്കുമോ? ഇല്ല. നിങ്ങൾ എന്താ ചിന്തിക്കുക? അടിമയായി മരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ മരണം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് അടിമത്തത്തിനെതിരെ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥിതിക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? ജാതി ഇപ്പോൾ ഒരു ശൂദ്രനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുകയാണ് ശൂദ്രനായിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മികച്ച വഴി എന്ന് കണ്ടാൽ അവൻ എപ്പോഴെങ്കിലും ആ ജാതി വ്യവസ്ഥിതിയുടെ ശ്രേണീകൃതമായ സാധനത്തിനെതിരെ ഫൈറ്റ് ചെയ്യും? ഇല്ല. പക്ഷേ അവൻ അതെന്തൊരു കുറവാണെന്ന് തോന്നുന്നതുകൊണ്ടല്ലേ അവൻ അതിൽ നിന്ന് റിവോൾട്ട് ചെയ്യുന്നത്. ആ വിവേചനം അവന് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വിവേചനമായിട്ട് ഫീൽ ചെയ്യില്ല. എന്ന് പറഞ്ഞ മാതിരി സ്ത്രീകളുടെ അവസ്ഥ മുസ്ലിം സമൂഹത്തിനകത്ത് ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു അനുകൂലമായ സാധനം, സ്ത്രീക്ക് വേണ്ട എന്തോ നല്ല കാര്യങ്ങൾ കൊടുക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുക. ആ വിവേചനം അവർക്ക് ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഇതൊരു കിളിക്കൂടാണെന്ന് വിചാരിക്കുക, ഈ നമ്മളിരിക്കുന്ന സ്ഥലം. ഈ കിളിക്കൂട്ടിലെ 2 കിളികളാണ് നമ്മളെന്ന് വിചാരിക്കുക. നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ചിത്രങ്ങളുണ്ട്, ഇവിടെ പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താണ്? ഇവിടെ ബ്യൂട്ടിഫുള്ളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ബ്യൂട്ടിഫുൾ ആണോ? അല്ല. ഇത് പുറത്ത് നിൽക്കുന്ന ആളുകൾക്കല്ലേ മനസ്സിലാവുള്ളൂ. അവർ നോക്കുമ്പോൾ എന്താ 2 കിളിയെ കൂട്ടിലിട്ട് നിർത്തിയിരിക്കുകയാണ്, പാവങ്ങൾ, എത്ര കാലമായി അവിടെ. ഇങ്ങനെയല്ലേ പുറത്തുള്ള ആളുകൾ പറയാം. അതാണ് നമ്മൾ പറയുന്നത്, മുസ്ലിം സ്ത്രീകൾ എന്ത് കഷ്ടമാണ്, അവർക്ക് വലിയ പാടാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. പക്ഷേ ഈ മുസ്ലിം സ്ത്രീകളായി കിളിക്കൂട്ടിനകത്തിരുന്നിട്ട് എന്താ പറയുന്നത്? കണ്ടില്ലേ, ഞങ്ങൾക്ക് മറ്റേ പകുതി സ്വത്തവകാശമുണ്ട്, ഒന്നുമില്ലാത്തടത്ത് ഞങ്ങൾക്ക് പകുതിയെങ്കിലും കിട്ടിയില്ലേ എന്നാണ് അവർ ചോദിക്കുക. നമ്മളിവിടെ പുറത്തുനിന്ന് എന്താ പറയണത്? തുല്യമായിട്ട് കൊടുക്കേണ്ടടുത്ത് പകുതിയെ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് കിളിക്കൂടിന് പുറത്ത് നിൽക്കുന്നവർക്കാണ് അത് മനസ്സിലാവുക. കിളിയുടെ അകത്ത് നിൽക്കുമ്പോൾ കിളിക്ക് തോന്നുന്നത് ഇത് നീതിയായിട്ടാണ്. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എങ്ങനെ ഇത് ബോധിപ്പിക്കുക? ഇസ്ലാമിനകത്ത് ഒരു പരിഷ്കരണവാദികളില്ല. അതാണ് അംബേദ്കർ പറഞ്ഞത്. അതായത് ഹിന്ദു മതത്തിന് ഉള്ളതും അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിന് പ്രശ്നമുണ്ട്.
പക്ഷെ വ്യത്യാസം ഹിന്ദു മതത്തിനകത്തു നിന്നും ഇതിനെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങളുണ്ടായി. പക്ഷെ ഇസ്ലാമിനകത്തുനിന്ന് അത് ഉണ്ടായിട്ടില്ല. അത് ലോകത്തെ എവിടെ ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ ചേകന്നൂർ മൗലവിയുടെ അവസ്ഥയാണ് ഉണ്ടാവുക. അതാണ് ഉണ്ടാവുക. ഇപ്പൊ മുസ്തഫ മൗലവി ഇതിനകത്ത് നിന്നിട്ട് ഇതിനെ വെളുപ്പിക്കാൻ നോക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിയെ ഇവർ വിളിക്കുന്ന കാഫിർ എന്നല്ലേ, ഇതല്ലേ ഉണ്ടാവുക. MBS സൗദിയിലെ രാജകുമാരൻ, പുള്ളി സ്വയം പറയുന്നത് ഞാൻ ഇസ്ലാമിന്റെ പല കാര്യങ്ങളും മാറ്റി എഴുതുന്ന. പുള്ളി എന്തെന്നാ വിളിക്കുന്നത്? കാഫിർ എന്ന് വരെ വിളിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാന്റെ അറ്റാക്ക് വന്നപ്പോൾ എല്ലാവരും അമേരിക്കയുടെ ഇസ്രായേലിനും കൂടെ ചേർന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും യഥാർത്ഥ മുസ്ലിങ്ങളായിട്ട് ആരെ വിശേഷിപ്പിക്കുന്നത്? ഇറാനല്ലേ. അപ്പോൾ ഇത്രയും നാളും നമ്മൾ ഇസ്ലാമിന്റെ കുഴപ്പം പറയുമ്പോൾ ഇവർ നമ്മളോട് എന്താ ചോദിച്ചിരുന്നത്? സൗദിയിലേക്ക് നോക്കൂ, UAE നോക്കൂ, അതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളല്ലേ, എന്താ അവിടെ കുഴപ്പം എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ഇപ്പം അവരെന്താ പറയുന്നത്? അതൊന്നും ഒറിജിനൽ ഇസ്ലാം അല്ല എന്നാണ്. അപ്പോൾ പെട്ടെന്നല്ല ആവിയായി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കഥ. ഇത് ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാക്കി ഇതിൽ ജീവിക്കുന്ന കുറേ ആളുകൾ. ഇതാണ് ഇതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പെട്ടുപോവാണ് നമ്മുടെ ഇവിടുത്തെ പുരോഗമന പറയുന്ന ആളുകളായാലും അതല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളും എല്ലാവരും. അത് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷെ പുറത്ത് കടക്കണം എന്നുള്ളത് കൂടിയാണ്. പുറത്ത് കിടക്കണം എന്നുള്ളത് അവർക്ക് ആദ്യം തോന്നണം. തോന്നിയാലല്ലേ പുറത്ത് കിടക്കുന്നത്. നമുക്കൊരു മതിൽ ചാടണമെങ്കിൽ ആദ്യം ചാടണം എന്ന് തോന്നണ്ടേ. മതിലൊക്കെയാണ്, ആ മതിൽ നമുക്ക് നല്ലതാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ചാടാൻ പോകുന്നില്ല. ഇപ്പൊ ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെയും ഭീഷണിപ്പെടുത്തൂലേ? എങ്ങനെയാണ് അതുമായി അതിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ അതിനെ നേരിടുന്നത് എങ്ങനെയാണ്? നേരിടുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാനുള്ള നിയമത്തിന്റെ വഴികൾ അത് കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ ചെയ്യുന്നു. അതിന് പറ്റിയ നല്ല സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ട്. സംഗതി ഇടതുപക്ഷത്തോടൊക്കെ നമുക്ക് പല എതിർപ്പുകളുണ്ടെങ്കിലും ഈ വിഷയത്തിലൊക്കെ അവർ വളരെയധികം മുന്നിൽ തന്നെയാണ്. മുന്നേ ഉണ്ടായിരുന്നത് നിന്നൊക്കെ ഒരുപാട് മാറ്റമുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഏജൻസീസിൻ്റെ സപ്പോർട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ഈ പരാതികൾ എടുക്കുന്നതിനും അന്വേഷിക്കുന്നതിനും എല്ലാം. പിന്നെ നമ്മളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു വ്യഗ്രത, അതൊക്കെ നമുക്ക് അറിയാനും കാണാനൊക്കെ നേരിട്ട് പറ്റിയ ഒരു അവസരം കൂടിയായിരുന്നത്. അപ്പോൾ അതൊരു ചെറിയ ഒരു കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്, ആ രീതിയിലുള്ളൊരു സംഗതി. ഒന്നത്. രണ്ട്, മീഡിയ ഒരുപാട് ഇങ്ങനെ ഒരു ഡെത്ത് ത്രെട്ട് ഉണ്ടാകുമ്പോൾ അത് പബ്ലിസൈസ് ചെയ്യുമ്പോൾ തന്നെയാണ് സത്യത്തിൽ ഇത് ഈ ഡെത്ത് ത്രെട്ട് ഉണ്ടാക്കിയ ആളുകൾക്ക് ഒരു തടസ്സമായിട്ട് മാറുക. ഓക്കെ, മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഇത് അവർക്കൊരു ധൈര്യമാണ് കിട്ടുക. ഇത് ഒരു ഈസി ടാർഗറ്റ് ആണെന്നുള്ളത് ഇതിപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ്, ഇത് ഈസി ടാർഗറ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഡെത്ത് ത്രെട്ട് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അപ്പോൾ ഖമനയുടെ ഡെത്ത് ത്രെട്ട് ഉണ്ടാക്കി 30 വർഷം കഴിഞ്ഞിട്ടാണ് സൽമാൻ റുഷ്ദിയുടെ അറ്റാക്ക് ഉണ്ടായത്. ആളുടെ കണ്ണിന് പരിക്ക് പറ്റി, പള്ളയ്ക്ക് കത്തി കയറ്റിയതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു വൈരാഗ്യത്തെക്കാൾ ഉപരിയായിട്ട് ഇതൊരു നിയമം നടപ്പിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് ആരായാലും ഒരു കാലത്ത് ചെയ്യും. എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് കുത്തു കിട്ടുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു പോവുക, നമ്മൾ തടയാനുള്ളത് തടഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നിട്ടുള്ള പ്രസിഡൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനുവേണ്ട മുൻകരുതൽ എടുക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നല്ലൊരു സപ്പോർട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി ആൻഡ് മീഡിയ, പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയൊക്കെയാണ് കൂടുതലും. മെയിൻ സ്ട്രീം മീഡിയ, നമ്മുടെ കൺവെൻഷണൽ മീഡിയയിൽ പല ആളുകൾ ഇതിനോട് അലംഭാവം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതും ഉണരും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ പഴയ പോലെ അല്ല, കുറെ മാറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം. നമസ്കാരം.